ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തില് അല്ലെങ്കിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ്, ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് വളരെ പ്രായം കുറവാണ്. ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ടൈമിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഹായ് മോളെ. അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ്. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും അന്ന് ഒരു കൊച്ചായ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു അഡൽഹുഡിൽ പോയപ്പോൾ പോലും ആണ് നമുക്കത് പ്രതികരിക്കാനുള്ളൊരു ഇതൊക്കെ വരുന്നത് തന്നെ 100 തവണ ചിന്തിച്ചിട്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ലേറ്റർ ഓൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ്. അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമസ്കാരം. നമ്മളുടെ കലാരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന കഥകളിയോ അല്ലെങ്കിൽ ഓട്ടംതുള്ളലോ കൂടിയാട്ടമോ കൂത്ത് അതൊന്നും അല്ലല്ലോ. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു. ഇപ്പോൾ സിനിമയാണ്. ആ സിനിമാരംഗം ഇപ്പോൾ കുറച്ച് ഒരാഴ്ചയായിട്ട് അത് കലങ്ങി മറിയുകയാണ്. ആളുകളെല്ലാവരും അത്ഭുതത്തോടു കൂടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ സിനിമാരംഗം എന്ന രീതിയിലുള്ള വേവലാതിയോട് കൂടിയിട്ടാണ് എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. പലതും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സിനിമാ നടനെ കാണുമ്പോൾ നമ്മൾ അയാളെ നോക്കുന്നത് ഇയാൾ ഈ രീതിയിൽ ഒക്കെ ചരിച്ചവനായിരിക്കില്ലേ, ഒരു പുച്ഛത്തോടുകൂടി പരിഹാസത്തോടു കൂടിയിട്ടായിരിക്കും നോക്കിക്കാണുക. ഗൾഫിലേക്ക് നടക്കുന്ന, ഗൾഫിൽ നിന്ന് മാത്രമല്ല കേരളീയരായിട്ടുള്ള ആളുകൾ, വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ വീട്ടിൽ വിവാഹം നടക്കുമ്പോൾ പണ്ടൊക്കെ വിവാഹത്തിന് മന്ത്രിമാർ വരുന്നു, ഇതൊക്കെയാണ് ചില സിനിമാ പാട്ടിലേക്ക് അത് കാണാം. പണ്ട് SP പിള്ള പാടിയൊരു പാട്ടുണ്ട്, കേളടി നിന്നെ ഞാൻ കെട്ടുന്ന നേരത്ത് 100-ന്റെ നോട്ട് കൊണ്ട് ആറാട്ടം നോക്കി മതി. അന്ന് 100 നോട്ട് ഏറ്റവും വലുത്. അല്ലെങ്കിൽ പറയുന്നുണ്ട് മന്ത്രി വരും, മറ്റുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, പറയുന്നുണ്ട്. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ വരണം. അത് മമ്മൂട്ടി മോഹൻലാലും ആണെങ്കിൽ നമ്പർ 1. അത് സാധാരണക്കാർക്ക് പറ്റില്ല. ആ ഒരു കാര്യം മാറിയിരിക്കുകയാണ്. ഇനി വരുന്ന സീസണിൽ നടക്കുന്ന വിവാഹത്തിന് ഇവരെ ക്ഷണിച്ചിട്ട് പോലും അവർ പറഞ്ഞത് ഞങ്ങൾ വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രേ. അല്ല, ശരി തെറ്റൊന്നും എനിക്കറിയില്ല. ഇവരുടെ പല ഈ രീതിയിലുള്ള ഫങ്ഷൻസിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം പലരും വിളിക്കാൻ തയ്യാറില്ല. വിളിച്ചു കഴിഞ്ഞാൽ തന്നെ, ഇവർ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവരെ മറ്റൊരു കണ്ണുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ നോക്കിക്കാണുന്നത്. ഇതിന് നമ്മൾ പറയാറുണ്ട്, അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ മാമുക്കോയെ കുറിച്ച് പോലും ഇപ്പോൾ പീഡന പരാതി വന്നിരിക്കുകയാണ്. ആരോ അത് മാമുക്കയെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്, ഇടവേള ബാബുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി വരുന്ന സമയത്ത് ഇപ്പോൾ ഈ കേട്ടത് ഒരു രേവതി സമ്പത്തോ ഏതൊരു കുട്ടിയാണ്. ഇപ്പം ഈ മറ്റേ ഈ ശബ്ദം കേട്ടത് ആ കുട്ടിയുടെയാണ്, രേവതി സമ്പത്ത് മറ്റുമാണ്. ഇതുപോലെ തന്നെ
രഞ്ജിത്തിനെ കുറിച്ച്. അത് വലിയൊരു ആറ്റം ബോംബായിട്ട് പൊട്ടിയിരിക്കുകയാണ്. പാലേരി മാണിക്യം സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് നമ്മൾ കണ്ടത് ശ്വേത മേനോനെയാണ്. വളരെ വളരെ നല്ല സിനിമയായിരുന്നത്, വളരെ നല്ല സിനിമ, നല്ല മൂവിങ് ആണ് ആ സിനിമയുടെ. മാത്രമല്ല മമ്മൂട്ടിയുടെ വിവിധ ഭാവങ്ങൾ, അതിൽ മമ്മൂട്ടി ഒരു വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി വില്ലനാണ് അതിനകത്ത്. അതിൽ മമ്മൂട്ടിയുടെ പല വേഷങ്ങളും കണ്ടിട്ട് അതിശയിച്ച് പോയി. ഇയാൾ എന്തൊരു മനുഷ്യനാണപ്പാ എന്ന് പോലും സംശയിച്ചു പോയി. അതുപോട്ടെ, ആ രീതിയിൽ അവതരിപ്പിച്ചതിൽ രഞ്ജിത്തിനും പങ്കുണ്ടല്ലോ, അയാളാണല്ലോ ഡയറക്ടർ. ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ നായികയാവേണ്ടുന്നൊരു ബംഗാളി കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് രഞ്ജിത്തിനെ കുറിച്ച്. രഞ്ജിത്ത് ഇപ്പോൾ അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ആൾ. ഇപ്പോൾ കാണുന്ന സമയത്ത് എന്താണെന്നറിയില്ല, എൻ്റെ തോന്നലാണെന്നറിയില്ല, ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അയാൾ. ഇപ്പോൾ അയാൾ വീട് എന്തായാലും പറയുക, അയാളുടെ വീടിന് പോലീസുകാർ കാവൽ നിന്നിരിക്കുകയാണ്. ടി വി തുറന്നു കഴിഞ്ഞാൽ, ഓപ്പൺ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ രഞ്ജിത്തിനെക്കുറിച്ച്, ഇതിപ്പോൾ സിദ്ദിഖിനെക്കുറിച്ചും. പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, സോമൻ, സുകുമാരൻ, അതുപോലെ തന്നെ പ്രേം നസീർ, സത്യൻ, ജയൻ, ആ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലും അതിനെക്കുറിച്ച് പോലും ഇപ്പോൾ സംശയിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. അന്നതൊന്നും പുറത്തറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ ആ രംഗം എന്ന് പോലും പലരും സംശയം അന്യോന്യം പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അത് ഒരു വ്യവസായം കൂടിയായിരുന്നു. കോടിക്കണക്കിന് രൂപ അവിടെ വന്ന് ഇറങ്ങിയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തിയിരുന്നു, ഉപജീവനമൊക്കെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഗതി ഇനി എന്താകുമെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൽ അമ്മ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് ഞാനന്ന് തിരുവനന്തപുരത്താണ് ഉള്ളത്. അന്നൊരു പാർട്ടി ഓഫീസിൽ, അതിപ്പോൾ ഏതാണെന്ന് പറയുന്നത്, അവിടെ വെച്ച് പറഞ്ഞത് ഇത് സിനിമയുടെ അവസാനം എന്നാണ് പറഞ്ഞത്. സിനിമ അവസാനിക്കാൻ പോവുകയാണ്. ഇനി സിനിമയിൽ ഉണ്ടാകാൻ പോകുന്ന മുതലാളിമാരും തൊഴിലാളിമാരും ആയിരിക്കും. അവർക്കൊരു യൂണിയൻ പാടില്ല. അവർ ആകാശപ്പറവുകളെപ്പോൾ ഇങ്ങനെ പറന്ന് നടക്കുന്നവരായിരിക്കണം. എന്നാലാണ് അവർക്ക് സമൂഹത്തിൽ വിലയുണ്ടാകുക. ഇപ്പോൾ അവരെന്തായി? യൂണിയൻ തൊഴിലാളികളുടെ പോലെയായി മാറി. അന്നത് അമ്മ രൂപീകരിക്കുന്ന സമയത്ത് ഒരു പാർട്ടി ഓഫീസിനകത്ത് നടന്ന ചർച്ചയാണത്. ഞാനിന്ന് ഓർമ്മിക്കുകയാണത്. അതുപോലെ ആയിത്തീർന്നു. കുറേ മേലാളന്മാർ, മുതലാളിമാർ, ഒരു പവർ ഗ്രൂപ്പ്, അതിൻ്റെ കീഴെ ഒരു പവർ ഇല്ലാത്ത ഗ്രൂപ്പ്, വോൾട്ടേജ് കുറഞ്ഞൊരു ഗ്രൂപ്പ്. പവർ ഗ്രൂപ്പിൽ മുഴുവൻ ആണുങ്ങൾ, പെണ്ണുങ്ങളുണ്ടെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീകളില്ലാതെ സിനിമ എടുക്കാൻ പറ്റുമോ? പണ്ടത്തെ കഥകളിയിലൊക്കെ മറ്റേ കുടമാളൂർ കരുണാകരൻ നായരൊക്കെ സൈരന്ധ്രിയായിട്ട് അദ്ദേഹമാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുക. കോട്ടക്കൽ ശിവരാമൻ പൂതനയും ലളിതയായിട്ട്, അത് സ്ത്രീകളെക്കാൾ മനോഹരമായിട്ട് അവർ നന്നായിട്ട് വിജയകുമാർ, തിരുവനന്തപുരത്തുള്ള വിജയകുമാറിൻ്റെയൊക്കെ ഉഷ അതിശയമാണ്. ഒരു സ്ത്രീക്ക് പോലും പറ്റില്ല. പക്ഷേ സിനിമയിൽ അങ്ങനെ കടുത്ത വേഷം ധരിച്ച് പെണ്ണിനെ ആണാക്കി മാണാക്കിനെ പെണ്ണാക്കിയിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതിൽ സ്ത്രീകൾ തന്നെ വേണം. ഇപ്പോൾ ഡയറക്ടർമാരുണ്ട്, പ്രൊഡ്യൂസർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ WCC ഞാൻ സംഘടന എന്തിനാണ് ഇല്ലാതായിപ്പോയത്? അപ്പോൾ അവർ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്നും അബലയാണ്, അവിവേകിയാണ്, അങ്കുശമില്ലാത്ത എന്തോ എന്ന് പറയില്ലേ, ഏതായാലും ബാക്കി ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ സ്ത്രീകൾ സ്വയം പറയല്ലേ ചെയ്ത്. അമ്മ സംഘടന പുരുഷന്മാരുടെയാണ്, അമ്മ എന്നാ പേരുള്ളൂ. അതിന് ബദലായിട്ടാണ് വാസ്തവത്തിൽ WCC രൂപീകരിച്ചത്. പുരുഷ മേധാവിത്വം, അവിടെ നിന്നുള്ള പീഡന കാര്യങ്ങൾ. ആ WCC എന്താണ് പൊടിപടലമായിട്ട് പോയത്? അമ്മ സംഘടനയുടെ ബലം മുഴുവൻ ആണുങ്ങളാണെങ്കിൽ WCC അത് വിമൻസ് എന്നുള്ള പേര് പോലും ഉണ്ട്.
അത് ശക്തമായിട്ട് അവിടെ നിൽക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് നിന്നില്ല? അപ്പം അവിടെ ഒരു അമേരിക്കയിലെ എബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ മഹാൻ അടിമപ്പണി നിരോധിച്ച സമയത്ത് അടിമകളെ സ്വതന്ത്രരാക്കാൻ നോക്കിയപ്പോൾ അടിമകൾ പറഞ്ഞു അത്രേ, ഞങ്ങളെ ദയവ് ചെയ്ത് പറഞ്ഞയക്കരുത്, ഞങ്ങളെവിടേക്കാണ് പോവാന്ന് ചോദിച്ചത് അവർ. അപ്പോൾ അവർ അടിമകളായിട്ട് നിൽക്കാൻ അവർക്ക് താല്പര്യം. കാലിൽ ചങ്ങല വീണ് കഴിഞ്ഞാൽ, ആ ചങ്ങലയ്ക്ക് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ തമ്പുരാനോട് പറയൂത്രേ, അതിൽ ഉടമയോട് പറയൂത്രേ, അടിമ പറയൂത്രേ, തമ്പുരാനെ തമ്പുരാനെ എൻ്റെ കാലിൻ്റെ ചങ്ങല പൊട്ടാറായി തുടങ്ങി, നല്ല ചങ്ങല വാങ്ങിച്ചു കൊണ്ടുതരുമെന്ന്. അപ്പോൾ WCC വാസ്തവത്തിൽ ഈ ഒരു മനോഭാവമല്ലേ അവർ കൈക്കൊണ്ടത്? സിനിമാ രംഗത്തെന്നാൽ ഏത് രംഗത്ത് നിലകൊള്ളണമെങ്കിൽ, ഇപ്പോൾ സിനിമാ രംഗത്തിൻ്റെ കാര്യം മാത്രം നമുക്കെടുക്കാം. സിനിമാ രംഗത്ത് നിലകൊള്ളണമെങ്കിൽ അമ്മ സംഘടന അഥവാ പുരുഷാധിപത്യമുള്ള അമ്മ സംഘടന അതിൻ്റെ കാല് നക്കി, ചെരുപ്പ് നക്കി, അവിടെ നക്കി, ഇവിടെ നക്കി എന്നാലേ പറ്റുള്ളൂ. അവിടെ നിൽക്കണം, അവിടെ ഇരിക്കണം, പറഞ്ഞാൽ കിടക്കണം, എന്നാലും ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി വല്ല ഗവൺമെൻറ് ഓഫീസറോ അല്ലെങ്കിൽ വല്ല സെയിൽസ് ഗേളായിട്ട് പോകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബുദ്ധിമതികളിൽ ബുദ്ധിമതി എന്ന് സ്വയവും മറ്റു പലരും അവരോധിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച്. സൂപ്പർ സ്റ്റാർ അവനാണ് ആദ്യം ഇറങ്ങിപ്പോയത്, അവരാണ് ഇത് ഉണ്ടാക്കിയത്, അവരാണ് എന്നിട്ട് അതിനെ ഉപേക്ഷിച്ചത്. ഉണ്ടാക്കിയ ഗർഭം ധരിച്ച് പ്രസവിച്ച പെൺകുട്ടിയെ ഉപേക്ഷിക്കുക എന്ന് പറയില്ലേ? ഓ, അങ്ങനെയും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അവരത് ഉപേക്ഷിച്ച് പോന്നു. പിന്നാലെ മറ്റു പലരും അവധ പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റാടേ എന്നും പറഞ്ഞ് തിരിച്ചു പോന്നു. മാനാ പാർവതിയെപ്പോലുള്ള പല ആളുകളും അവർ വളരെ വിദ്യാസമ്പന്നയാണ്, വലിയ റെപ്യൂട്ടഡ് ഫാമിലിയാണ്, അവരെ വഴിക്ക് പോയി. അതിൽ പിടിച്ചു നിന്ന ആളുകൾ മുഴുവൻ തെരുവത്ത് അവർക്ക് പെട്ടുപോയി. അവർക്കൊന്നും ചാൻസ് ഇല്ലാതായിപ്പോയി. അവസാനം ഒരർത്ഥത്തിൽ പറയുകയാണ്, ഇപ്പോൾ WCC പറഞ്ഞാൽ എല്ലും തോലും മാത്രമായിട്ടുള്ളൊരു സംഘടനയായിട്ട് മാറി. അതിനകത്ത് ആരും ഇല്ലാതായി മാറി. അതങ്ങനെ ഒരു ഗതികേട്. അപ്പം ഇപ്പോഴും അവിടെ തുടരുന്നത് പുരുഷ മേധാവിത്വമാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇനി സർക്കാർ ആണ് ഏറ്റവും ബലമുള്ള ഒരു സംവിധാനം. സർക്കാരാണല്ലോ, മന്ത്രിമാരാണല്ലോ. അവർ പോലും നിങ്ങൾ പരാതി കൊണ്ടുപോവാ, ഇനി പരാതി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞത് കൂടെ പരാതിയാണല്ലോ, ഇനി പരാതി കൊണ്ടുപോവാ, പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെ വെച്ചുണ്ടായി അത് പറയും, എങ്ങനെയുണ്ടായി അത് പറ, അതിൻ്റെ ഈ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോവാ, തെളിവ് കൊണ്ടുപോവാ, അതിൻ്റെ ഫോട്ടോ കൊണ്ടുപോവാ, തെളിവ് കൊണ്ടുപോവാ, വീഡിയോ കൊണ്ടുപോവാ, കാണട്ടെ, പരിശോധിക്കട്ടെ, ഒന്നും നടക്കില്ല. ഏതായാലും ഇതുവരെ ഹേമ കമ്മീഷന് മുമ്പിൽ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്നൊക്കെയും പറഞ്ഞു നടന്ന മന്ത്രിമാർ ഇപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ കാര്യം വന്ന സമയത്ത്, രഞ്ജിത്ത് ഒരു ഭരണഘടന മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഒരു സംസ്ഥാനത്തിൽ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാളാണ്. അയാളവിടുന്ന് പുറത്താക്കണം പറഞ്ഞാൽ അടി തല്ല് ഞങ്ങള ഒക്കെ ആയിട്ട് പുറത്ത് നടക്കുന്നുണ്ട്, വീടിന് ഉപരോധം, അവിടെ പോലീസ്. മന്ത്രി പറയുന്നത് ഇയാൾക്കെതിരായിട്ടൊരു പെൺകുട്ടിയാണ്, ഒരു ബംഗാളിയോ മറ്റൊരു പെൺകുട്ടിയാണ് എതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള പരാതി, അവരൊരു പരാതി തരികയാണെങ്കിൽ ആ പരാതി ഏറ്റുവാങ്ങേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കട്ടെ എന്ന്. എങ്ങനെയുണ്ട്? ഏതെങ്കിലും ഒരുത്തനൊരു കായക്കുല കെട്ടാവില്ല, ജന്മം മുഴുവൻ പോവും. ഇപ്പോൾ ചെമ്പുകോഴി നമ്മളുടെ കൊയിലാണ്ടിയിലല്ലോ പോണ്ടിച്ചേരിയിൽ പോയിട്ട് കാർ രജിസ്റ്റർ ചെയ്തിട്ട് വലിയൊരു തുക 18 ലക്ഷമോ 28 ലക്ഷമോ മറ്റോ ഗവൺമെൻറ്റിനെ വഞ്ചിച്ച കേസുണ്ട്. ഇപ്പോൾ കോടതി ഏകദേശം ആ കേസ് വിട്ട പോലെയായി മാറിയിട്ടുണ്ട്. കോടതി ഇപ്പോൾ അയാൾക്ക് മറ്റേ എന്തോ അതിൽ നിന്ന് ഇളവ് കൊടുക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. അയാളവിടെ പെറ്റീഷൻ സമർപ്പിച്ചാൽ ഈ കേസിൽ തന്നെ വിട്ടു തരണം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. പണ്ട് ആരോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിയമത്തിൻ്റെ വല അതിൽ പെട്ടുപോകുന്നത് അല്പപ്രാണികൾ മാത്രമാണ്. നിയമത്തിൻ്റെ വലയിൽ നമ്മളുടെ ചിലന്തി വലയുണ്ട്. ഈ ചിലന്തി വലയിൽ കൊതുകൊക്കെയും വിടും, ചെറിയ ചെറിയ ഈച്ചകൾ വിടും, അതിനകത്തൊരു ഒട്ടകം വന്ന് വിടുമോ? അല്ലൊരു ആന, ചിലന്തിയുടെ വലയിൽ 8 കാലിയുടെ വലയിൽ ഒരു ആന പെട്ടു, ഇത് കേൾക്കില്ല. ഇതുപോലെ തന്നെ ഇവിടുത്തെ നിയമ സംവിധാനം ഏകദേശം. നിയമ സംവിധാനം സത്യം പറഞ്ഞാൽ ജയിലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും എന്ത് പരാതി ഉണ്ടെങ്കിൽ എങ്ങനെ ഇപ്പോൾ
ഒരു പെൺകുട്ടിയെ റോട്ടിൽ വെച്ചിട്ട് ആക്രമിച്ച് അതിൻ്റെ ശരീരം മുഴുവൻ അഭിഷേകം നടത്തി ആ കുട്ടി തന്നെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിപ്പോൾ ഏതോ ഒരു നൂറ്റാണ്ടിൽ വരെയൊക്കെ നമ്മളൊക്കെ മറന്നുപോയി ആ കാര്യങ്ങളൊക്കെ. അതിനൊന്നും ആരും കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ലാണ്ടായി മാറി. അതിൻ്റെ പേരിൽ ഒരു വിധി വരികയാണെങ്കിൽ പോലും എന്ത് വിധിയാണ് വരാമെന്ന് ദൈവത്തിനറിയാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ ഒരു രംഗത്ത് വാദികളും പ്രതികളും ഇല്ലാതായി മാറി. പെൺകുട്ടികൾ പോലും വേട്ടക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. പെൺകുട്ടികൾ പലപ്പോഴും ഇരകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് ആണുങ്ങൾ, ഈ അമ്മ അതിലുള്ള സിനിമാ രംഗത്തുള്ള ആണുങ്ങൾ പലരിപ്പോൾ വേട്ടക്കാർ എന്നുള്ളതിന് പലപ്പോൾ ഇരകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ശോഷിച്ചു, എല്ലാവരും മുഖം വീങ്ങി. അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ധീരവീര ശൂര പരാക്രമികളായിട്ടിരുന്നിട്ട് അഭിപ്രായം പറഞ്ഞ ആളുകളുടെയൊക്കെ മുഖം താഴോട്ട് പോയിട്ടുണ്ട്. പലരും മുങ്ങി, ദുബായിൽ പൊങ്ങി. കാരണം എപ്പോഴാണ് പോക്സോ ഈ കേസുകൾ വരികയെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. നേരെ പോയിട്ട് ഹാജരായി കഴിഞ്ഞാൽ നേരെ ജയിലിലേക്കാണ് പോവുക. അപ്പോൾ പിന്നെ കുറേ പ്രിക്കോഷൻസ് അതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ദുബായിലേക്ക് മുങ്ങിയെന്ന് കേൾക്കുന്നു. ഏതായാലും ഇവർക്ക് സൗകര്യത്തിന് ഗോൾഡൻ വിസ അനുവദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെയുള്ള എല്ലാ പീഡനവീരന്മാർക്കും ഗോൾഡൻ വിസ അനുവദിച്ചിട്ടുണ്ടല്ലോ. അത് പീഡനവീരന്മാർക്ക് കൊടുക്കുന്നൊരു ബഹുമതിയാണോ എന്നറിയില്ല. എന്തായാലും അതിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ വലിയ 2 സൂപ്പർ സ്റ്റാറുകൾക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആവട്ടെ. അപ്പോൾ പലരും മുങ്ങിക്കഴിഞ്ഞു, പലരും മുങ്ങാൻ പോണു എന്നൊക്കെ കേൾക്കുന്നത്. എന്തായാലും കേരളം ആഘോഷിക്കുകയാണ്. എപ്പോഴും എല്ലാ കാര്യം നോക്കിക്കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണല്ലോ ഭൂരിപക്ഷം. അവരിപ്പോൾ കാലത്ത് ഒരു 10 മണിക്ക് വീട്ടിലെ ജോലിക്കും കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ അമ്മമാർ മക്കളോട് ചോദിക്കുക, ഇന്നെന്താ ന്യൂസ് മക്കളെ, ഇന്ന് വല്ലവരും പിടിച്ചിട്ടുണ്ടോ, ഇന്ന് ഏതെങ്കിലും നടന്മാരെ കയറി പിടിച്ചിട്ടുണ്ടോ, ഇന്ന് നടന്മാർ കയറി പിടിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും കഥകൾ വന്നിട്ടുണ്ടോ മക്കളെ എന്നാണ് ഇപ്പോൾ ചോദ്യം. ഈ TV തുറന്നാൽ, മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ കാണുന്നത് ഇപ്പോൾ ഈ പീഡന കഥകൾ, ഇരകളുടെ കഥകളും വേട്ടക്കാരുടെ കഥകളുമാണ്. എവിടെ ചെന്ന് എത്തി നിൽക്കുന്ന അറിയില്ല.